വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേദൂസ് ക്രാഫ്റ്റ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫ്ലവർ ബോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ബഞ്ച് ഫോം ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തുനിന്ന് കമ്പീൻ്റെ സൈഡിലാക്കി വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോ ഫ്ലവേഴ്സും ഓരോന്നോരോന്നാക്കി എടുക്കാം. ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ആ ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ പാർട്ടൊന്ന് കണ്ടെത്തണം. അതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് ഏകദേശം സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ശേഷം ഞാനിവിടെ B7000 ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്ലൂ എടുത്തിട്ട് നമ്മൾ ഫ്ലവർ എവിടെയാണോ ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് സെൻറ്ററിലാണ് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഒരു വൈറ്റ് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വൈറ്റ് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. അതിന് സൈഡിലായിട്ട് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് റെഡ് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. ഏകദേശം ഗ്യാപ്പ് ഉണ്ടോയെന്ന് നോക്കുമ്പം ചെറിയൊരു ഗ്യാപ്പ് കാണണം. പക്ഷേങ്കിൽ അധികം ഗ്യാപ്പായി പോയി ചെയ്യരുത്, അധികം അടുത്തും പോയരുത്. അപ്പം ഹെയർ ബാൻഡ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഈ ഒരു ഗ്ലൂ പെട്ടെന്ന് ഒട്ടില്ല, കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു വരാനും കുറച്ച് പ്രയാസമുള്ള ഇതാണ്. ഓരോന്നോരോന്നായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, അതാവുമ്പം നല്ല രീതിയിൽ മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു വൈറ്റ് ഒരു റെഡ് എന്നുള്ള രീതിയിൽ ഇടപെട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. B7000 ഗ്ലൂ ആയതുകൊണ്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഫ്ലവർ അവിടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ടൈം എടുക്കും ഇത് ഒട്ടിക്കിട്ടണമെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഓരോന്നോരോന്നാക്കിയിട്ട് വീഡിയോയിൽ കാണും പോലെ തന്നെ ചെയ്താൽ മതി. ഇതിനടിയിൽ വരുന്ന ആ ഗ്രീൻ കളറ് അത് പറിച്ച് കളയണമെങ്കിൽ പറിച്ച് കളയുക. അത് ജസ്റ്റ് ഒരു പേപ്പർ മാത്രമാണ്. അപ്പോൾ പേപ്പറും കൂടെ ആകുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ഒട്ടും. ഞാനിതിൽ റെഡിൻ്റെത് ഒഴിവാക്കിയിട്ടുണ്ട്, വൈറ്റിൻ്റെത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഇതിന് മെറ്റീരിയൽ എവിടെ കിട്ടുന്നു, എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നോ, എങ്ങനെയാണ് റേറ്റ് എന്നോ, ബേസിക് ഐറ്റംസ് എന്തെല്ലാം വേണ്ടതെന്നൊന്നും അറിയില്ല. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഹെയർ ആക്സസറിയിൽ ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള ബേസിക് ഐറ്റംസ് മാത്രം വെച്ചിട്ടുള്ള കിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ചെയ്തു നോക്കണമെന്നോ അല്ലെങ്കിൽ ഇപ്പം വീട്ടിലെ മക്കൾക്ക് തന്നെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ ഞാൻ താഴെ കൊടുക്കാം. നമ്മുടെ ബിഗിനേഴ്സ് കിറ്റ് വെച്ചിട്ട് എന്തൊക്കെ ഐറ്റംസ് മേക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഈ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബിഗിനേഴ്സ് കിറ്റ് വേണമെന്നുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു ഹെയർ ബാൻഡ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ റെഡ് കളർ ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളർ ആകുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതും എടുക്കാം, പക്ഷെ റെഡ് ആകുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. എല്ലാ ഫ്ലവേഴ്സും നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം എത്ര ലെങ്ത്തിലാണോ ആവശ്യം എന്ന് വെച്ചാൽ അത്രയും ഫ്ലവേഴ്സ് ഒട്ടിച്ചാൽ മതി. ഞാനിവിടെ 4 റെഡ് ഫ്ലവേഴ്സും 5 വൈറ്റ് ഫ്ലവേഴ്സുമാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.